നിങ്ങളുടെ കാവ്യം. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും. ആശയം പറഞ്ഞോളൂ. അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിന്റെ ആരംഭത്തിൽ ഉമാമഹേശ്വര സംവാദം എന്നൊരു ഭാഗമുണ്ട്. അതിൽ ഹനുമാന് സീതാദേവി തത്വോപദേശം നൽകുന്ന സന്ദർഭത്തിൽ ശ്രീരാമന്റെ മഹത്വം വർണ്ണിക്കുന്ന വരികളാണ് ഇവിടെ പാരായണം ചെയ്തത്. ശ്രീരാമൻ പരബ്രഹ്മസ്വരൂപനാണെന്നും ആത്യന്തിക സത്യമാണെന്നും പരമസത്യമൂർത്തിയാണെന്നും വേദാന്ത ശാസ്ത്രങ്ങളിൽ പറയുന്നത്തര നിത്യശുദ്ധമുക്ത സ്വരൂപിയാണെന്നും നിർവികാരം പരമാനന്ദ സ്വരൂപിയാണെന്നും ഈ വരികളിൽ വർണ്ണിക്കുന്നു. ഗമനം, സ്വസ്ഥാനത്തു നിന്നും മറ്റു സ്ഥാനത്തേക്കുള്ള ചലനം. ഇരിക്കൽ സ്ഥിതി, ഭ്രമണം, സ്വസ്ഥാനത്തു നിന്നുകൊണ്ടു തന്നെയുള്ള ചലനം. പരബ്രഹ്മനായ ശ്രീരാമന് സാധാരണ ജീവികൾക്കുള്ള പോലെയുള്ള ഗമന, സ്ഥിതി, ഭ്രമണാദികൾ ഇല്ല. ദുഃഖം പോലെയുള്ള ഭാവങ്ങളും അദ്ദേഹത്തെ ബാധിക്കുകയില്ല. അങ്ങനെ നിർവികാര സ്വരൂപനാണ് അദ്ദേഹം. അതുപോലെ തേജോമയനായി എന്നും നിറഞ്ഞു നിൽക്കുന്നു. സർവപ്രിയനാണെന്നർത്ഥം. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കർമ്മവിരക്തനാണ്, ഒന്നും ചെയ്യാതിരിക്കുന്നവനാണ് എന്നതാണ്. ശ്രീരാമന് ഇവിടെ കൊടുത്ത വിശേഷണങ്ങളിൽ പറഞ്ഞതുപോലെ പരബ്രഹ്മ സ്വരൂപത്തിന് യോജിക്കുന്നതാണ്. ഭക്തി പ്രധാനമാണ്, വിഷ്ണു ഭക്തി പ്രധാനമാണ് അധ്യാത്മരാമായണം. പക്ഷേ ഭക്തിയെ വർണ്ണിക്കുമ്പോൾ അതിൻ്റെ വേദാന്ത ചിന്തയിലേക്ക് സമന്വയിപ്പിക്കുന്ന കരവിരുത് എഴുത്തച്ഛൻ്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ടുതന്നെ രാമനെ എവിടെയെല്ലാം എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ വർണ്ണിക്കുന്നുവോ അവിടെയെല്ലാം ബ്രഹ്മത്തിൻ്റെ വിശേഷണങ്ങൾ കൊടുത്ത് പരബ്രഹ്മ സ്വരൂപനായി വർണ്ണിക്കുന്നു. ഇവിടെ പാരായണം ചെയ്ത വരികളിലും ഈ സവിശേഷതയാണ് കാണപ്പെടുന്നത്. വെരി ഗുഡ്, ടു ഗുഡ്.